അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്, ഈക്വൽ ഡിവിഷൻസ്, ആംഗിൾസ്, ട്രാൻസ്വേഴ്സൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് പാരലൽ ലൈൻസ്? അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പാരലൽ ലൈൻസ് വരക്കാം. അത് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ പോകുന്ന ലൈൻസ് ആണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെയും ഉള്ളത്. അപ്പൊ ഇതാണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പാരലൽ ലൈൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. പെർപെൻഡിക്കുലർ അറിയാലോ, 90 ഡിഗ്രി ആയിട്ട് വരക്കുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്? 90 ഡിഗ്രി വെർട്ടിക്കൽ ആയിട്ട് വരക്കുന്ന ലൈനാണ് എന്ത്? പാരലൽ ലൈൻസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിന് നേരെ വെർട്ടിക്കൽ ആയിട്ട് വരക്കുന്ന ലൈനാണ് എന്ത്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇവിടുത്തെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓരോ പാരലൽ ലൈനും എന്തായിരിക്കും? ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? അത് ഈക്വൽ പീസസ് ആയിട്ടാണ് എന്തിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഈ പാരലൽ ലൈൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പെർപെൻഡിക്കുലറിന് പകരം ഒരു സ്ലാൻഡിങ് ലൈൻ, ഒരു സ്ലാൻഡ് ലൈൻ നമുക്ക് വരക്കാം. അത് ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ നമുക്ക് വരക്കാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതെന്താണ്? ഈക്വൽ പീസസ് ആണെന്ന് പറഞ്ഞു പെർപെൻഡിക്കുലർ വരക്കണമെങ്കിൽ. അപ്പൊ ഈ സ്ലാൻഡിങ് ലൈൻ ആണെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് ഈക്വൽ പീസസ് ആയിരിക്കുമോ ഇതെന്ന് പറയണത്? അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈക്വൽ പീസസ് അല്ലാന്നേ നമുക്ക് തോന്നുള്ളൂ. പെർപെൻഡിക്കുലർ വരക്കണമെങ്കിൽ ഈക്വൽ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ സ്ലാൻഡിങ് ലൈൻ വരക്കുമ്പോൾ എന്താണ്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈക്വൽ അല്ലാന്നേ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ മാത്സില് നമ്മൾ മെഷർമെന്റ് മാത്രമല്ല റീസണിങ് കൂടെ ഇതിൽ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിന്റെ ടോപ്പിൽ ഒരു സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ കാണാം. ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സ്ലാൻഡ് ലൈൻ വരക്കുമ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കാണാം. അതിന്റെ ഈ വെർട്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പെർപെൻഡിക്കുലറിന്റെ ഒരു പീസാണ് അല്ലെ? ഇതിലിപ്പോ 3 പീസസ് ഉണ്ട്. നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ 3 പീസസ് ഉണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ വെർട്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പെർപെൻഡിക്കുലറിന്റെ ഒരു പീസാണ്. ഹൈപ്പോട്ടന്യൂസോ? ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ലാൻഡിങ് ലൈനിന്റെ ഒരു പീസാണ്. അപ്പൊ അതുപോലെ വേറൊരു സ്മോൾ ട്രയാങ്കിൾ താഴെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു സ്മോൾ ട്രയാങ്കിൾ താഴെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ പാരലൽ ലൈൻസ് കാരണം ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആവും. ഇത് പാരലൽ ലൈൻസ് ആയ കാരണം ഈ ട്രയാങ്കിളും എന്താവും? ഈക്വൽ ആവും. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു സ്മോൾ ട്രയാങ്കിൾ വരക്കണമെങ്കിൽ ഈ പാരലൽ ലൈൻസ് കാരണം ഈ 3 ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതുപോലത്തെ ഒരു പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആയത് കൊണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഈ സ്ലാൻഡ് ലൈനിന്റെ കറസ്പോണ്ടിങ് പീസസ് ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് പെർപെൻഡിക്കുലർ ലൈൻ ആയാലും സ്ലാൻഡിങ് ലൈൻ ആയാലും പാരലൽ ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ പീസസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മള് നേരത്തെ ഇതുപോലെ പെർപെൻഡിക്കുലർ ലൈൻ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പീസസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ സ്ലാൻഡിങ് ലൈൻ ആണെങ്കിൽ ഇവിടുള്ള പീസസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. അതായത് പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിൽ കട്ട് ചെയ്യുന്ന ലൈൻസ്, പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിൽ കട്ട് ചെയ്യുന്ന ലൈൻസ് സ്ലാൻഡിങ് ആയാലും ശരി പെർപെൻഡിക്കുലർ ആയാലും ശരി കിട്ടുന്ന ആ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതിന്റെ പീസസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും.
ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് പാരലൽ ലൈൻസ് ഒരു സ്ലാൻഡിങ് ലൈനിനെ ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ പഠിച്ചു എന്താണ്, പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്താ അതിൽ വരക്കുന്ന ഓരോ ലൈൻസും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ലൈൻസിൽ ഒരു സ്ലാൻഡിങ് ലൈന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ലാൻഡിങ് ലൈന് വരക്കണമെങ്കിൽ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്നാണ്, ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ പാരലൽ ലൈൻസ് ആയിരിക്കണം, ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ലൈൻസ് ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ വരക്കാം. പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ വരക്കണമെങ്കിൽ, സ്മോൾ പെർപെൻഡിക്കുലേഴ്സ് വരക്കണമെങ്കിൽ നമുക്ക് സെയിം ആയിട്ടുള്ള എന്താണ് ട്രയാങ്കിൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഈക്വൽ സെയിം ട്രയാങ്കിൾ, സിമിലർ ട്രയാങ്കിൾസ് ആണ് എല്ലാം. എല്ലാ ട്രയാങ്കിൾസും സിമിലർ ആയത് കാരണം നമുക്ക് എന്ത് പറയാം, ഇതിലുള്ള ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മൾ സ്ലാൻഡിങ് ലൈൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോഴെന്താ, നമ്മൾ ഇതിലുള്ള പെർപെൻഡിക്കുലർ വെർട്ടിക്കൽ ലൈൻസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, പാരലൽ ലൈൻസിനെ ഒരു ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ തിയറം യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സാധാരണയായിട്ട് 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, 3 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 6 ആണെങ്കിൽ 6 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കാമായിരുന്നു അല്ലെ, 2 2 2 വെച്ചിട്ട് 3 ഈക്വൽ പാർട്സ് ആക്കാമായിരുന്നു. അപ്പൊ 7 സെന്റിമീറ്റർ വരക്കാൻ പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു 6 സെന്റിമീറ്റർ ഉള്ള ലൈൻ ആദ്യം വരക്കാം. അപ്പൊ ആദ്യം സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരക്കുക. ഇത് മൊത്തം 6 ആണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. 2 2 2 ആയിട്ട് 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണ്, 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആണ്, മൊത്തം 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ പോയിന്റ്സിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന പോയിന്റ്സിന്ന് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലേഴ്സ് വരക്കാം. 3 പോയിന്റ്സ് കിട്ടിയേക്കണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നേരെ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലേഴ്സ് വരക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് വന്നേക്കുന്നത്, ഈ പെർപെൻഡിക്കുലേഴ്സ് വരക്കണമെങ്കിൽ എന്താണ് വന്നേക്കുന്നത്, ഈ പെർപെൻഡിക്കുലേഴ്സ് വെർട്ടിക്കൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അല്ലെ. ഈ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതും എന്താണ് പാരലൽ ആണ്, എല്ലാ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, കാരണം ഇതിന്റെ ഇടയിൽ 2 2 2 സെന്റിമീറ്റർ വീതമാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 സെന്റിമീറ്റർ ആണ് വരക്കേണ്ടത്. നമുക്കറിയാം നേരത്തെ പഠിച്ച തിയറം ഉപയോഗിച്ച് ഇതിൽ ഏത് ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിലും, സ്ലാൻഡിങ് ലൈൻ ആയാലും ശരി പെർപെൻഡിക്കുലർ ആയാലും ശരി, ഏത് ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിലും ഇതെന്തായിരിക്കും, ഈക്വൽ പീസസ് ആയിരിക്കും. ഇത് മൊത്തം 2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഈ 3 ഡിസ്റ്റൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കോമ്പസ് എടുത്തിട്ട് 7 സെന്റിമീറ്റർ എടുക്കണം. 7 സെന്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് 7 സെന്റിമീറ്റർ ആണ് വരക്കേണ്ടത്. നമ്മൾ ആ 7 സെന്റിമീറ്റർ സ്ലാൻഡിങ് ലൈൻ ആയിട്ട് വരക്കാൻ പോണെയാണ്. അപ്പൊ ആ 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ ഒരു ആർക്ക് വരക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ആർക്ക് ഈ ലാസ്റ്റത്തെ ലൈനിൽ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് എന്ത് ചെയ്യണം, നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര സെന്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്,
7 സെന്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ആർക്ക് വരച്ചത്. അതിനർത്ഥം ഈ ലൈൻ എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഈ 7 സെന്റിമീറ്റർ ഈ ലൈന് ഈക്വൽ പീസസ് ആക്കിയിട്ട് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 7 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്ത്. ഇത് മെഷർ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? റീസണിങ് മാത്രം യൂസ് ചെയ്താൽ മതി ഇതിൽ. അപ്പൊ നമ്മൾ 7 സെന്റിമീറ്റർ. അപ്പൊ ഇതൊക്കെ എന്താണ്? പാരലൽ ലൈൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു 7 സെന്റിമീറ്റർ 3 ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? നമുക്ക് പറ്റുന്ന അളവെടുത്ത്, അതായത് 6 സെന്റിമീറ്റർ നമുക്ക് പറ്റുന്ന അളവാണ് 3 ഡിവൈഡ് ചെയ്യാൻ. ആ 6 സെന്റിമീറ്ററിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്ത്? നമ്മള് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് നമ്മൾ 7 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഓരോ പീസസും എന്തായിരിക്കും? നമുക്ക് പറയാം 7/3 തന്നെയാണ്. 7 സെന്റിമീറ്ററിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തതാണ് ഇതിലെ ഓരോ പീസസും. ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് 7 സെന്റിമീറ്റർ ആണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നേരത്തെ ചെയ്തതുപോലെ ചെയ്യാനാണെങ്കിലും 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലൈൻസ് നേരത്തെ ചെയ്തതുപോലെ എത്ര സെന്റിമീറ്റർ ഉള്ള ലൈൻ എടുക്കാം? നമ്മളുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഓടി എത്തുന്നത് എന്തായിരിക്കും? 9 സെന്റിമീറ്റർ ഉള്ളത് അല്ലെ. 9 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താക്കാം? 3 സെന്റിമീറ്റർ വീതം വെച്ചിട്ട് വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ പെർപെൻഡിക്കുലർ വരക്കാം അല്ലെ. പെർപെൻഡിക്കുലർ വരക്കാം. പെർപെൻഡിക്കുലർ ഇതൊക്കെ വരക്കുമ്പോൾ സെറ്റ് സ്ക്വയർ, സ്കെയില് അല്ലെങ്കിൽ കോമ്പസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നമുക്ക് റഫ് ഫിഗർ വരച്ചു നോക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വെക്കാതെ തന്നെ റഫ് ഫിഗർ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫെയർ ചെയ്യണത് നല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലൈനിലത്തെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? 10 സെന്റിമീറ്റർ എടുത്തിട്ട് എവിടെയാണോ കോമ്പസിൽ 10 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ആ ലൈന് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഏത് പോയിന്റിലാണോ നമ്മൾ കോമ്പസ് വെച്ചത് ആ പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? 10 സെന്റിമീറ്റർ വരക്കുക അല്ലെ. അപ്പൊ നമുക്ക് 10 സെന്റിമീറ്ററിന് 3 ഈക്വൽ പാർട്സ് ആക്കി കിട്ടും. അതെ, 10/3, 10/3, 10/3 എന്നുള്ള 3 ഈക്വൽ പാർട്സ് ആക്കി കിട്ടും. ഇനിയിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 10/3 എന്ന് പറയുന്നത് എങ്ങനെ വരും? 10 ഡിവൈഡഡ് ബൈ 3, 3 3s are 9, 1 അല്ലെ. ഇങ്ങനെ വരും. അതായത് ഓരോ പാർട്സും എത്രയാണ്? ആദ്യം കോഷ്യന്റ് 3, പിന്നെ റിമൈൻഡർ 1/3 അല്ലെ. ഈ 3 1/3 ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയും സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? ഓരോ പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ്. ഇനി നമ്മൾ ഇതേ സെയിം പ്രോബ്ലം തന്നെ വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പോണേണ്. ആ മെത്തേഡിലാണ് നമ്മൾ ഇനിയുള്ള എക്സസൈസ് പ്രോബ്ലംസും ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ആ മെത്തേഡ് നോക്കാം. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വരക്കാൻ പറഞ്ഞേക്കുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ് വരക്കാൻ പറഞ്ഞേക്കുന്നത്. ആ 10 സെന്റിമീറ്റർ ലൈൻ നമ്മൾ അങ്ങോട്ട് വരക്കാം താഴെ. നേരത്തെ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ 3 പാർട്സ് ആക്കിയിട്ടുള്ള ലൈനാണ് ഫസ്റ്റ് വരച്ചിരുന്നത്. അതിനുശേഷം 10 സെന്റിമീറ്റർ വരയ്ക്കുകയാണ് ചെയ്തത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നേക്കണ എത്രയാണോ ആ ലൈന് 10 സെന്റിമീറ്റർ, ഇപ്പൊ 10 സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്, ആ ലൈൻ അങ്ങോട്ട് വരക്കുക. ഇനി നമുക്കറിയാം നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി 3 സെന്റിമീറ്റർ വെച്ചിട്ടാണ് വരച്ചേക്കുന്നത്. അത് കൂടാതെ 3 സെന്റിമീറ്റർ കൂടാതെ 2 സെന്റിമീറ്റർ വെച്ചിട്ടും നമുക്ക് വരക്കാം. ഇതില് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 2 സെന്റിമീറ്റർ വെച്ചിട്ട് ഉള്ള പ്രോബ്ലമാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് 6 സെന്റിമീറ്റർ ആണ് ലൈൻ വരച്ചേക്കുന്നത് വേറെ. അത് നമ്മൾ നേരത്തെ 9 സെന്റിമീറ്റർ ആണ് വരച്ചിരുന്നത്. ഇതിൽ നമുക്ക് 6 സെന്റിമീറ്റർ ആണ് നമ്മളിപ്പോൾ വരക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു 6 സെന്റിമീറ്റർ ഇഷ്ടമുള്ള ആംഗിളിൽ സ്കെയിൽ വെച്ചിട്ട് ഒരു 6 സെന്റിമീറ്റർ കൂടെ വരക്കാം.
6 സെന്റിമീറ്റർ വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ 9 സെന്റിമീറ്ററും വരക്കാം, 6 സെന്റിമീറ്ററും വരക്കാം. 9 സെന്റിമീറ്റർ ആണെങ്കിൽ 3 സെന്റിമീറ്റർ വീതം എടുക്കാം, 6 സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്റർ വീതം എടുക്കാം. ഓക്കെ, അപ്പൊ 3 ഈക്വൽ പാർട്സ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 6 സെന്റിമീറ്റർ എടുത്തേക്കണം കൊണ്ടിട്ട് നമുക്ക് 6 സെന്റിമീറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. 9 സെന്റിമീറ്റർ നമ്മൾ ചെയ്തു, ഇനി 6 സെന്റിമീറ്റർ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 3 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ 3ന്റെ ടേബിൾ നോക്കിയാൽ മതി. എത്ര ടേബിൾ? 3 ഈക്വൽ പാർട്സ് അല്ലേ, അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം. 2 സെന്റിമീറ്റർ വെച്ചെടുക്കാം. 2 3s are 6, 3 അല്ലെ. 3ന്റെ ടേബിൾ വരുമ്പോൾ 2 3s are 6 ആക്കാം, 3 3s are 9 ആക്കാം. ഓക്കെ, 4 3s are 12 ആക്കാം. അപ്പൊ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഈ 6 സെന്റിമീറ്ററിനെ 3 ആക്കുമ്പോൾ 3 2 സെന്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ ആണ് 2 സെന്റിമീറ്റർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ 2 സെന്റിമീറ്റർ വെച്ചിട്ട് എടുക്കണമെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാല് ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം, ഈ മാർക്ക് ചെയ്ത പോയിന്റ്സിന്ന് എന്ത് ചെയ്യാം, നമുക്ക് പാരലൽ ലൈൻസ് വരക്കാം. പാരലൽ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യാം, വരക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കോമ്പസ് ഉപയോഗിച്ചിട്ട് വരക്കാം. കോമ്പസ് ഉപയോഗിച്ചിട്ട് വരക്കണമെങ്കിൽ എങ്ങനെ വരക്കും അത് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുക, 2 സെന്റിമീറ്റർ അല്ലേ ഇവിടെ. അപ്പൊ 2 സെന്റിമീറ്ററിനേക്കാളും ചെറിയ ഒരു അളവ്, ഇഷ്ടമുള്ള അളവ് എടുത്തിട്ട് ഇവിടത്തെ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരക്കാം. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേറൊരു ആർക്ക് വരക്കുക. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേറൊരു ആർക്ക് വരക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ആദ്യത്തെ നമ്മളുടേത് കിട്ടി, ആദ്യത്തെ ലൈന് നമുക്ക് കിട്ടി. ഇതാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിൽ, നമ്മൾ വരച്ച ആർക്കിന്റെ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആർക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ ആർക്ക് കട്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അത് സെയിം ആയിരിക്കണം ആ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഈ ആർക്ക് വരച്ചത്, ഈ പോയിന്റ്സിൽ നിന്നാണ് വരച്ചത്. രണ്ടാമത് നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ ആർക്കിന്റെ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പോയിന്റ് അങ്ങോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പാരലൽ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരക്കാൻ അറിയാന്നുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അറിയാൻ പാടില്ലെങ്കിൽ ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇതൊന്നുമില്ല, 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് വേറൊരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ് അങ്ങോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പാരലൽ ലൈൻ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ സെറ്റ് സ്ക്വയർ ഓരോ സ്ഥലത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാരലൽ ലൈൻസ് വരക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 പാരലൽ ലൈൻസ് കിട്ടും അല്ലേ, 3 ലൈൻസ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് 10 സെന്റിമീറ്ററിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് വെച്ചിട്ട് ഈ 10 സെന്റിമീറ്ററിലുള്ള പെരിമീറ്ററിലുള്ള ഒരു ട്രയാങ്കിളോ സ്ക്വയറോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും റെഗുലർ പെന്റഗണോ ഹെക്സഗണോ എന്തെങ്കിലും വരക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ഇതില് ഈ മെഷർമെന്റ് വെച്ചിട്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ പോണേ. അപ്പൊ നമുക്ക് 3 ഈക്വൽ ആയിട്ടുള്ള പീസസ് കിട്ടി 10 സെന്റിമീറ്ററിന്റെ. ഇനി 3 പീസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോണേന്ന്.
ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുകളിൽ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് മുകളിൽ ചെയ്യാം. അതായത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഇതെടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ കൺസ്ട്രക്ട് ട്രയാങ്കിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സൈഡ് ആക്കി എടുക്കാം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കോമ്പസ് വെക്കാം, എന്നിട്ട് ഈ മെഷർമെന്റ് എടുക്കാം. ഈ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരക്കാം. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് മാറ്റി ഈ മെഷർമെന്റ് എടുക്കുക. ഇത് 3 ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പൊ ഇത് ഇങ്ങോട്ടും, അതായത് മൂന്ന് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കണത്. അത് നമ്മൾ ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാൻ പോണേണ്. ഓക്കെ, അപ്പോൾ ഈ അളവിടില് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർക്ക് വരച്ചു. ഇനി ഈ അളവെടുക്കുക, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു ആർക്ക് വരക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രയാങ്കിളിന്റെ 2 സൈഡ് ഇതാണ്. ഈ സൈഡിലോട്ട് നമ്മൾ യോജിപ്പിക്കണമെങ്കിൽ നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് പഠിച്ചത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അടുത്ത എക്സസൈസിൽ നമ്മൾ മൊത്തം ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്രോബ്ലം ആണ്. ഒന്നുമില്ല, ആദ്യമേ തന്നെ നമുക്ക് എത്ര സെന്റിമീറ്റർ ആണോ തന്നേക്കുന്നത് അത്രയും സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ലൈനിനെ 3ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ മേളിൽ വരക്കുക. നമ്മളിവിടെ 6 സെന്റിമീറ്റർ ആണ് വരച്ചത്. ആ 6 സെന്റിമീറ്ററിനെ നമ്മൾ 3ആക്കി ഡിവൈഡ് ചെയ്തു. 9 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ 2 സെന്റിമീറ്റർ വെച്ചിട്ട് 6 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്തു. 9 സെന്റിമീറ്റർ ആണ് വരക്കണമെങ്കിൽ 3 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ 3ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. ആ 3 പോയിന്റ്സ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, 3 ലൈൻസ് ഇതിനോട് യോജിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡും സെയിം ഇതുപോലെ തന്നെയാണ്. പാരലൽ ലൈൻസ് വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ പോരാ. കറക്റ്റ് പാരലൽ ലൈൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ കോമ്പസ് വെച്ചിട്ട് വരക്കണം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ലൈൻസ് വരക്കണം. അപ്പൊ പാരലൽ ലൈൻസ് വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിലും അതേ പാരലൽ ലൈൻസ് വരക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് തന്നെ പാരലൽ ലൈൻസ് കറക്റ്റ് മെഷർമെന്റിൽ വരക്കണം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്ത് 3 പാരലൽ ലൈൻസ് എന്ത് ചെയ്ത് വരച്ചു. അതിനുശേഷം ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇതിലെ നടുക്കത്തെ പീസ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് കൺസിഡർ ചെയ്തു. ബാക്കി എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മെഷർമെന്റ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മെഷർമെന്റ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ 3 പോയിന്റ്സ് യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, മൊത്തം അളവ് എത്രയായിരിക്കും, 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അതായത് ഒരു സൈഡ് ഒരു സൈഡ് 10 സെന്റിമീറ്ററിന്റെ ഒരു ഭാഗം, ഒരു സൈഡ് 10 സെന്റിമീറ്ററിന്റെ മറ്റേ ഭാഗം, ഒരു സൈഡ് 10 സെന്റിമീറ്ററിന്റെ 3-മത്തെ ഭാഗം. അപ്പൊ ടോട്ടൽ എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാരലൽ ലൈൻസ് യൂസ് ചെയ്ത് ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്.